പോയതാ ഞാനുണ്ട്. ആ എപ്പോ എത്തി കൊച്ചിന്ന്? ഞാൻ ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തു. വിഷുവിന് നീ വീട്ടിലേക്ക് വരില്ലേ? പെരുന്നാളിന് ഞാൻ വിളിച്ചിട്ടൊന്നുമല്ലല്ലോ നീ എൻ്റെ വീട്ടിൽ വന്നത്. അല്ല, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നീ വിഷുവിന് വീട്ടിൽ വരുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നീ കുറച്ചുകൂടെ ചുള്ളനായിട്ടു. നിക്ക് നിക്ക്, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. കുറെ കൊല്ലമായില്ലേ നീ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ മുഖം കണ്ടാ അറിയാം എന്തോ വള്ളി പിടിച്ചിട്ടുള്ള വരവാണെന്ന്. അധികം ചിരിയൊന്നും വേണ്ട, കാര്യം പറ. അതെ, ഏ നമ്മൾ ഇന്നാള് പെരിന്തൽമണ്ണയിൽ ഒരു കല്യാണത്തിന് പോയില്ലായിരുന്നാ? പെരിന്തൽമണ്ണയിൽ ഇന്നാള് കല്യാണം? അതേ കല്യാണം. ഇന്നാളെന്ന് പറഞ്ഞാൽ ഒരു 3 കൊല്ലമായി കാണും. ആ അത് നമ്മുടെ സുബൈർ മാമന്റെ മോന്റെ കല്യാണമല്ലേ? സുബൈർ മാമാക്ക് ഒരു ഇളയ മോളും കൂടി ഉണ്ട്. ആ ഉണ്ട്, ഷാഹിദ. അവളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോവാണെന്ന് ഉമ്മച്ചി പറഞ്ഞു കേട്ടല്ലോ. ഷാഹിദയും ഞാനും ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. ആ അതെനിക്കറിയാമല്ലോ, നമ്മുടെ കല്യാണത്തിന് അന്ന് പരിചയപ്പെട്ടതല്ലേ. ഇനിയിപ്പോൾ അന്നേം കല്യാണം വിളിക്കുമല്ലോ, നമുക്ക് ഒരുമിച്ച് പോവാം അന്നത്തെ പോലെ. അതല്ല. എന്താടാ? എടാ, ഹാ കുറെ നേരമല്ല നീ നിന്ന് ചിണുങ്ങുന്നു. എന്താണ് നിനക്ക് തൂറാൻ മുട്ടണ്ട? എടാ, ഓളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പറ്റൂല. എന്തേ? എനിക്ക് ഓളെ ഇഷ്ടമാണ്. തമാശ കളിക്കരുത്. തമാശയല്ല, ഓൾക്ക് എന്നെ ഇഷ്ടമാണ്. കുറച്ചാളായി. എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് പറയണത്? പേടിച്ചിട്ട് പറയാൻ ഞാൻ, നിനക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ഓർത്ത്. എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ നീ ഇത് വേണ്ടാന്ന് നോക്കിയോ? എടാ വേണ്ടാന്ന് നോക്കിയോന്ന്. എത്രയും പെട്ടെന്ന് ഓളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തും. ഈ നാട്ടിലെ ഏറ്റവും നല്ല ചെറുക്കനുമായിട്ട് തന്നെ. ആരൊക്കെ എതിർത്താലും ഓളെ ഞാൻ തന്നെ കിട്ടൂടാ. പക്ഷെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടാവാൻ പാടില്ല. എനിക്കധികം ചങ്ങാതിമാരൊന്നുമില്ല. എൻ്റെ എന്ത് കാര്യവും ഞാൻ ആദ്യം ഒന്ന് പറയണത് നിന്നോടാ. ആ നിനക്ക് എന്നോട്ടാടാ എന്നോടൊരു കാര്യം പറയാൻ പേടി? നാട്ടിലെ ഏറ്റവും നല്ല ചെക്കനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്ന ഞാൻ പറഞ്ഞത്. നിന്നേക്കാൾ നല്ല ചെക്കനെയൊന്നും എനിക്കറിയില്ല. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അവൻ്റെ ഒരു ചിരി. മാമനോട് ഞാൻ പറഞ്ഞോളാം, വീട്ടിൽ പോടാ.